ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആൽബിൻ. ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം എൻ്റെ നാട്ടിലുള്ള ജോർജ് ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. വയനാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അവിടെ വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് എറണാകുളത്തുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമുള്ളൂ. ഞാൻ ഒറ്റ മകനാണ്. എന്നെ നല്ലതുപോലെ പഠിപ്പിക്കണം എന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം. 4ാം ക്ലാസ് വരെ മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചത്. അതിനുശേഷം പ്ലസ് 2 വരെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. വെക്കേഷൻ സമയങ്ങളിൽ മാത്രമേ ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗ്രാമം അത്ര പരിചയമില്ല. അടുത്ത കൂട്ടുകാരും ആരുമില്ല. അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരെ അറിയാം. അതിൽ ഒരാളാണ് ജോർജ് ചേട്ടൻ. ഒരു ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് ഞാൻ വീട്ടിൽ പോയി. ആ സമയത്താണ് ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് നടക്കുന്നത്. ഒരു ദിവസം രാത്രി 8 മണിയായപ്പോൾ വീട്ടിൽ കരോള് വന്നു. വീടിൻ്റെ അപ്പുറത്ത് ഒരു ക്ലബ്ബുണ്ട്. അവരുടെ വകയാണ് കരോള്. എനിക്കും അവരുടെ കൂടെ പോവണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാം കഴിഞ്ഞ് രാത്രി ഒറ്റയ്ക്ക് തിരിച്ചു വരണം. വീട്ടിൽ നിന്ന് വിടില്ല എന്ന് നല്ല ഉറപ്പാണ്. എന്നാലും പൊക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. പാതിരാത്രി എവിടേക്കും പോവണ്ട, ഇവിടെ എങ്ങാനും അടങ്ങിയിരിക്കെ. പ്രതീക്ഷിച്ച മറുപടി തന്നെ കിട്ടി. ഇവനെ ഇങ്ങനെ വീട്ടിൽ തന്നെ പുറത്തൊന്നും വിടാതെ ഇരുത്തിയാൽ മതിയോ? അവനെയും കൂടി വിട്. നിങ്ങൾ പേടിക്കണ്ട, അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടോളാം, ജോർജ് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അത്രയും പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചു. എനിക്കും നല്ല സന്തോഷമായി. ഇങ്ങനെയൊരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാനും അവരുടെ കൂടെ പോയി. നല്ല രസമായിരുന്നു. കൊട്ടും പാട്ടുമൊക്കെയായി കുറെ വീടുകൾ കയറിയിറങ്ങി. സമയം ഒരുപാട് രാത്രിയായി. നല്ല മഞ്ഞുമുണ്ട്. അന്നത്തെ കരോൾ പരിപാടി അവസാനിപ്പിക്കാം എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ഇപ്പോൾ ഞാനും ജോർജ് ചേട്ടനും മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്നും 5-6 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുള്ളത്. ചേട്ടൻ്റെ വീട് അവിടെ അടുത്താണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ട്. ഇനി എൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോഴാണ് ജോർജ് ചേട്ടൻ അത് പറയുന്നത്. എടാ മോനെ, ഇന്നിനി നടക്കാൻ വയ്യടാ. നമുക്ക് രണ്ടുപേർക്കും എൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം. സത്യം പറഞ്ഞാൽ എനിക്കും അത്രയും ദൂരം നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനും ചേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. ഒരു 15 മിനിറ്റ് നടന്നപ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടിലെത്തി. ചെറിയൊരു വീടാണ്, എന്നാലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ചേട്ടൻ്റെ ഭാര്യയുടെ പേര് ദേവി എന്നാണ്. കതകിൽ തട്ടി വിളിച്ചതും അവര് പുറത്തേക്ക് വന്നു. പേര് പോലെ തന്നെ ശരിക്കും ഒരു ദേവിയെ പോലെയുണ്ട് കാണാൻ. ചേച്ചിയെ കണ്ടാൽ ഒരു 35 വയസ്സൊക്കെ തോന്നും. പൊക്കം കുറവാണ്. ഇതെന്റെ കൂട്ടുകാരന്റെ മകനാണ്. കരോളിന് ഞങ്ങളുടെ കൂടെ വന്നതാ. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അവര് എന്നെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞു. ഞാൻ ഹാളിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ ഇരുന്നു. അവര് രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞു. രണ്ടുപേരെയും കാണാനില്ല. എനിക്കാണെങ്കിൽ വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം കിട്ടുമോന്നറിയാൻ ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയുടെ കതകിന്റെ മുമ്പിലെത്തിയപ്പോൾ ചെറിയ ചെറുക്കനാണ്. ഒരു മയത്തിലൊക്കെ വേണം എന്ന് ചേട്ടൻ ചേച്ചിയോട് പറയുന്നു. ഞാൻ തിരിച്ചുപോയി സോഫയിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് രണ്ടുപേരും വന്നു. കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ട്. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ആകെ 2 കട്ടിലേ ഉള്ളൂ. ഒരു ചെറിയ കട്ടിലും ഒരു വലിയ കട്ടിലും. ചേട്ടൻ ചെറിയ കട്ടിലിൽ കയറി കിടന്ന് കുറച്ച് കഴിഞ്ഞു. ഞാൻ ഉറക്കം പിടിച്ച് കോലിന്റെ മുകളിൽ എന്തോ എഴിയുന്ന പോലെ കോല് മുഴുവനായി കയ്യിലെടുത്തു. ഇപ്പോ എന്റെ മുഖത്തിന് മുകളിൽ എന്തോ വന്ന് തട്ടി. പൂവ് എന്റെ മുഖത്താണ്. ഒപ്പം പഴം തൊലി പൊളിച്ച് ചേച്ചി കഴിക്കുന്നു.